സോ പ്രീവിയസ്ലി നമ്മൾ ഐഫോൺ 16 പ്രോയിൽ നിന്ന് സി ഫോൾഡ് 7ലേക്ക് സ്വിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. ആ വീഡിയോ നമ്മൾ ഹാർഡ്വെയർ മാത്രമല്ല സോഫ്റ്റ്വെയറും എയും യൂസർ എക്സ്പീരിയൻസും എല്ലാം കമ്പയർ ചെയ്തിരുന്നു. പക്ഷെ ആ വീഡിയോ പബ്ലിഷ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഐഫോണിൽ iOS 26ന്റെ അപ്ഡേറ്റ് എല്ലാവർക്കും വന്നു. എന്ന് മാത്രമല്ല പുതിയ ഐഫോൺ 17 ലൈനപ്പും ലോഞ്ച് ചെയ്തു. ഇപ്പോൾ ആൾക്കാർ പറഞ്ഞത് ഇനി നീ കമ്പയർ ചെയ്യടാ, iOS 26 ഒക്കെ വന്ന സ്ഥിതിക്ക് ഗാലക്സി സി ഫോൾഡ് 7 കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ മെച്ചമുണ്ടെന്ന് നോക്കാം എന്ന് പറയുന്നുണ്ട്. സോ ലെറ്റ്സ് ഡു ദി എക്സാക്ട് സെയിം തിങ്. പക്ഷെ ഒരു ചെറിയ ട്വിസ്റ്റും ഉണ്ട്, ഒരു സർപ്രൈസും ഉണ്ട്. ഇത്തവണ ഞാൻ മാത്രമല്ല നിങ്ങളും എൻ്റെ കൂടെ ഈ ഫീച്ചേഴ്സൊക്കെ ട്രൈ ചെയ്യും. ആൻഡ് ഒരു സ്പെഷ്യൽ ഓഫറും കൂടിയുണ്ട്. അതെന്താണെന്ന് വീഡിയോ ട്രക്ക് ഞാൻ പറയാം. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഓവറോൾ റീക്യാപ്പ് ഞാൻ പറയാം. ഓൾറെഡി ഗാലക്സി സി ഫോൾഡ് 7ൻ്റെ ഇന്നർ ഡിസ്പ്ലേ ആയിക്കോട്ടെ ഔട്ടർ ഡിസ്പ്ലേ ആയിക്കോട്ടെ ഐഫോൺ 16 പ്രോനെക്കാളും എത്രയോ സുപ്പീരിയർ ആണ്. ബട്ട് സ്റ്റിൽ ഫോൾഡബിൾ ഫോൺ ആയിട്ട് പോലും ഒരു ക്യാൻഡി ബാർ ഫോണിൻ്റെ സൈസേ ഉള്ളൂ കമ്പയറബിൾ ടു ഐഫോൺ 16 പ്രോ. 16 പ്രോയിൽ ടൈറ്റാനിയം ആയിരുന്നു, ഇത്തവണ 17 വന്നപ്പോൾ എന്തായി? അലുമിനിയം ആയി. അപ്പോൾ സി ഫോൾഡ് 7 അലുമിനിയം തന്നെയാണ്. ഇപ്പോൾ 2 എണ്ണവും അലുമിനിയം ആയില്ലേ. ഈ അഡോറബിലിറ്റി വൈസ് ഐഫോൺ 17 സീരീസ് IP68 റേറ്റഡ് ആണ്. സെറാമിക് ഷീൽഡ് 2 ഒക്കെ വന്നിട്ടുണ്ട്. കമ്പയർഡ് ടു ദാറ്റ് യെസ് സി ഫോൾഡ് 7 അത് നിങ്ങൾക്ക് IP48 റേറ്റിംഗ് ആണ് വരുന്നത്. ബട്ട് ദിസ് ഈസ് എ ഫോൾഡബിൾ ഫോൺ. ഈ 8 എന്ന് പറയുന്നതാണ് വെള്ളത്തിൽ മുക്കുന്ന റെസിസ്റ്റൻസ്. ദാറ്റ് ഈസ് സ്റ്റിൽ ദെയർ സെയിം. ഐഫോൺ ആയാലും സാംസങ് ആയാലും വെള്ളത്തിൽ നിങ്ങൾ മുക്കിയോ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ യു വിൽ നോട്ട് ഗെറ്റ് വാറന്റി. ബട്ട് വെള്ളത്തിൽ മുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ലെവലാണ് ഈ IP68 അല്ലെങ്കിൽ IP48ലെ 8. അത് രണ്ടിലും സെയിം തന്നെയാണ്. ബട്ട് ഫോൾഡബിൾ ഫോണായിട്ട് പോലും ഇത്രയും തിന്നാണ്. ഈ ഒരു സൈസിന് ഇതിൻ്റെ വെയിറ്റ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ പറയും ഈ ഐഫോൺ പോലെയാണ് ഒരു ഫോൾഡ്, ഇത് എല്ലാവർക്കും ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറി അല്ല, ഇതൊരു നീഷ് പ്രോഡക്റ്റ് അല്ലേ എന്ന് വെച്ചാൽ നീഷ് പ്രോഡക്റ്റ് ആയിരുന്നു പണ്ട് വരെ. നൗ ദിസ് ഇസ് നോട്ട് എ നീഷ് പ്രോഡക്റ്റ്. നോർമൽ ഫോണായിട്ട് ഉപയോഗിക്കണോ, മടക്കി വയ്ക്കുക. നോർമൽ ഫോണിൻ്റെ അതേ സ്ക്രീൻ സൈസ് തന്നെയാണോ? ഇനി വലിയ സ്ക്രീൻ വേണോ, ഓപ്പൺ ചെയ്യുക, വലിയ ഡിസ്പ്ലേ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഒരു ടാബ് പോലെ യൂസ് ചെയ്യാം. എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഫ്ലെക്സ് മോഡ് ഉപയോഗിച്ച് ഫോൾഡബിൾ ഡിസ്പ്ലേയുടെ ഫുൾ ബെനിഫിറ്റ്സ് യൂസ് ചെയ്യാനും പറ്റും. ആൻഡ് ഗൈസ് എന്തൊക്കെ iOS 26 വന്നു എന്ന് പറഞ്ഞാലും ഇപ്പോഴും ഐഫോണിൽ നിങ്ങൾക്ക് 2 ആപ്ലിക്കേഷൻസ് സ്പ്ലിറ്റ് സ്ക്രീൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിനകത്ത് 2 ഒരേ സമയത്ത് നിങ്ങൾക്ക് 3 ഗെയിം അടുപ്പിച്ച് റൺ ചെയ്യാമെന്ന് മാത്രമല്ല ഈ ഒരു ബാക്ക് ക്യാമറ വെച്ച് 8K വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ പ്രിവ്യൂവും കാണാം, സൈഡിൽ സ്ക്രിപ്റ്റും വയ്ക്കാം. ആൻഡ് അത് വലിയ സ്ക്രീനിൽ കാണാൻ ചെയ്യാം. 8K റെക്കോർഡിംഗ് ഇപ്പോഴും വന്നിട്ടില്ല ഐഫോൺ 17 സീരീസിൽ. ഓക്കെ, ഹാർഡ്വെയർ വൈസ് കമ്പയർ ചെയ്യല്ലേ. സോഫ്റ്റ്വെയർ പറ, iOS 26നകത്ത് പുതിയ സിറി ഉണ്ട്. ലെറ്റ്സ് സീ ഹൗ വെൽ ഇറ്റ് സ്റ്റാൻഡ്സ് വിത്ത് ജെമിനി. ശരി, ഇനി കഴിഞ്ഞ വീഡിയോ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ചോദിക്കാം. സിറി, what month was last month? It was August. Oh, finally. ആ ഒരു ബഗ് ഫിക്സ് ചെയ്തത്. ഒന്നുകൂടെ ചോദിക്കാം. സിറി, what month is next month? It's Wednesday, October 1st, 2025. ഒരെണ്ണം ശരിയാക്കിയപ്പോൾ അടുത്തത് പാളി. ജെമിനി, what month was last month and what month is next month? The current month is September. Last month was August. Next month will be October. കണ്ടോ, ഇങ്ങനെ വേണം ഉത്തരം പറയാൻ. ഓടെ സിറിക്ക് ഒരു ചാൻസും കൂടെ കൊടുക്കാം അല്ലേ. സിറി, വാട്ട് ഈസ് ഓൺ മൈ സ്ക്രീൻ? To answer that, I'll need to use ChatGPT. Can I send this screenshot? സ്ക്രീനിൽ എന്താണ് എന്നറിയണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ChatGPTക്ക് അയച്ചു കൊടുക്കണം. മറുഭാഗത്ത് സാംസങ്ങിനകത്തുള്ള ഗൂഗിൾ ജെമിനി ഉണ്ടല്ലോ, ഇതിന് സ്ക്രീൻഷോട്ടിനൊന്നും ആവശ്യമില്ല. ലൈവായിട്ട് അങ്ങ് സ്ക്രീൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സംസാരിക്കാം. Hey Gemini, which dress should I take for a summer vacation? For a summer vacation, you'll want something cool and comfortable. A t-shirt or henley would be a good base layer. You could also take a sweatshirt or cardigan for cooler evenings. I'm not understanding how to play this game. Can you summarize? Sure. Pickleball is like a mix of tennis, badminton, and ping pong. You play with a paddle and a plastic ball with holes either in singles or doubles. The court looks like a badminton court with a tennis net. The basic idea is to hit the ball over the net. ആക്ച്വലി സാംസങ്ങിൻ്റെ ഗൂഗിൾ ജെമിനി എന്ന് പറയുന്നത് ഒരൊറ്റ സ്റ്റാൻഡ് ലോൺ പരിപാടിയല്ല. ഇതിനകത്തുള്ള സകലമാന ആപ്ലിക്കേഷൻ്റെയും പുറകിൽ ഓടിക്കളിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു എ ആണ്. അതുകൊണ്ട് മൾട്ടിപ്പിൾ കാര്യങ്ങൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ഓരോ ആപ്ലിക്കേഷനകത്തുനിന്ന് പോയി കാര്യങ്ങളൊക്കെ ഒരുമിച്ചാക്കിയിട്ട് നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ള ആൻസറും ടാസ്കും ഒക്കെ ചെയ്യാൻ പറ്റും. ലൈക്ക് ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ഡു എ ഹെഡ് ടു ഹെഡ് ടെസ്റ്റ് അഗെയിൻ. ഫൈൻഡ് ദ നിയറസ്റ്റ് top rated restaurant that serves good paneer butter masala and add it to my calendar as dinner at 10 p.m. Top rated restaurant that serves good paneer butter masala and add it to my calendar as dinner is scheduled for 2200 hours to 2300 hours today. It's on your work calendar. Find the nearest top rated restaurant that serves good paneer butter masala and add it to my calendar as dinner at 10 p.m. I've found a highly rated Indian restaurant near you and added your dinner plans to the calendar.
The restaurant is Rajthagiri Palace, Kengeri, Mysore Road, which is only 170 meters away. സോ ഒരു കാര്യം മനസ്സിലായില്ല, iOS 26 ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും സ്റ്റിൽ ഒരു 2025 സ്റ്റാൻഡേർഡ്സിനുള്ള ഒരു പെർഫോമൻസ് അല്ല ഇപ്പോഴും ഐഫോൺ കാഴ്ചവെക്കുന്നത്. ഇനി ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടായിരുന്നു, അതായത് ഒരു ആൻഡ്രോയിഡ് ഫോണിൽ നിന്നും എന്താണ് നിങ്ങളെ ഒരു ഐഫോണിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് തടസ്സപ്പെടുത്തുന്നത് എന്ന്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? സർക്കിൾ ടു സെർച്ച്. ആദ്യമായിട്ട് ഞാൻ ഈ സർക്കിൾ ടു സെർച്ച് ഉപയോഗിച്ച സമയത്തുണ്ടല്ലോ, എനിക്ക് തോന്നിയില്ല അത് ഇത്രത്തോളം ഒരു ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് മൈ ഡെയിലി ആക്ടിവിറ്റീസ് ആവുമെന്ന്. എന്ത് സകല കാര്യത്തിനും ഞാൻ സർക്കിൾ ടു സെർച്ച് ഉപയോഗിക്കുന്നത്. ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്യാനോ, ഒരു QR കോഡ് സ്കാൻ ചെയ്യാനോ, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന സാധനം എന്താണെന്ന് അറിയാനോ, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനോ, ഒരു പാട്ട് കണ്ടുപിടിക്കാൻ പോലും ഞാനിപ്പോൾ സർക്കിൾ ടു സെർച്ചാണ് ഉപയോഗിക്കുന്നത്. ഞാൻ മാത്രമല്ല, ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന എല്ലാവരും. ഐഫോണിനകത്ത് സർക്കിൾ ടു സെർച്ച് ഇല്ല, ഓൺലി ഫോർ ആൻഡ്രോയിഡ്. പക്ഷേ ആപ്പിൾ iOS 26 ഒരു സൂത്ര പരിപാടി കാണിച്ചു. സർക്കിൾ ടു സെർച്ച് തന്നെ ഇങ്ങനെ നമ്മൾ സർക്കിൾ ടു സെർച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ തൊടുന്ന രീതിക്ക് ഒരു പരിപാടി ഒപ്പിച്ചു. വിച്ച് ഈസ് നത്തിങ് ബട്ട് ഫസ്റ്റ് നമ്മളൊരു സ്ക്രീൻഷോട്ട് എടുക്കണം, എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളതിൻ്റെ. ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യാം. സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ സ്വൈപ്പ് ചെയ്ത ഭാഗത്ത് എന്താണോ അത് ഗൂഗിൾ ലെൻസ് പരിപാടിയായിട്ട് ഗൂഗിൾ ലെൻസിൻ്റെ ആ ഒരു സാധനം കാണിക്കും. സർക്കിൾ ടു സെർച്ചിൽ ഇപ്പോൾ നിങ്ങൾ സർക്കിൾ ചെയ്യുന്ന സമയത്ത് അതെന്താണെന്ന് ഗൂഗിൾ ലെൻസിൽ പോയി തപ്പുക മാത്രമല്ല, നിങ്ങൾക്കൊരു സമ്മറി തരും എന്താണ് ആ കാണുന്നത് എന്നുള്ളത്. അതുമായിട്ട് റിലവൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് തരും. അത് എന്താണ് ആ സ്ക്രീനിൽ അനലൈസ് ചെയ്തിട്ട് ചെയ്യും. ഇതിലങ്ങനെയല്ല, ഇതിൽ എന്താണോ കാണുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോസൊക്കെ ഗൂഗിൾ ഉണ്ടെങ്കിൽ അത് തപ്പിക്കൊണ്ടുവരും. ചില സമയങ്ങളിൽ ഗൂഗിൾ സെർച്ച് ഈസ് അൺഅവൈലബിൾ എന്ന് വരെ വന്നിട്ടുണ്ട്. ഗൂഗിൾ സെർച്ച് ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ അഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ടു കാലണ്ടർ എന്ന് പറഞ്ഞ് വരും. ബട്ട് അതും പലപ്പോഴും മെസ്സപ്പ് ചെയ്യും. ആഡ് ടു കാലണ്ടർ ഇല്ലാത്ത പരിപാടി പോലും കാലണ്ടറിൽ ആഡ് ചെയ്തിട്ടേ നോക്കും. ക്ലിക്ക് ചെയ്യുമ്പോൾ കാലണ്ടറിൽ ആഡ് ചെയ്യാനൊന്നും ഇല്ല എന്ന് പറയും. ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണം, ചോദിക്കണം, ഒരു സമ്മറി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അഗൈൻ ഐ വിൽ സെൻഡ് ഇറ്റ് ടു ChatGPT. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതിനേക്കാളും ഭേദം നിങ്ങൾ ആക്ച്വലി നേരിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്താലാണ് ശരിക്കും മനസ്സിലാവുക ഇതിൻ്റെയൊക്കെ പ്രാക്ടിക്കൽ യൂസ് എന്താണെന്ന്. അതിനിപ്പോൾ തന്നെ നേരെ സാംസങ്ങിൻ്റെ ഷോറൂമിൻ്റെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐഫോൺ ആണെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും നിങ്ങളുടെ ഐഫോണിൽ കിട്ടും. എങ്ങനെയാണെന്നല്ലേ, ഒരു വെബ്സൈറ്റ് ഉണ്ട് trygalaxy.com. ആ trygalaxy.com എന്ന് നിങ്ങളുടെ ബ്രൗസർ എടുത്ത് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഷെയർ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടു ഹോം സ്ക്രീൻ കൊടുക്കുക. ഇപ്പോൾ ഹോം സ്ക്രീനിലുള്ള ഈ ഓപ്പൺ എന്ന് പറയുന്ന സാധനം വന്നില്ലേ, ഇത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ ഫോൺ മാറിയിട്ട് ഒരു സാംസങ് ഫോണായി മാറും. എങ്ങനെയാണോ ഒരു സാംസങ് ഗാലക്സി ഫോണിലുള്ളത് അതേപോലെയായി മാറും. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇനി ഒരു ഗാലക്സി ഫോൺ ഉപയോഗിക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്, എന്തൊക്കെ ഫീച്ചേഴ്സാണ്, എന്താണ് ഫീൽ എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ ഇൻ്റർഫേസ് യൂസ് ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ One UI നിങ്ങളുടെ ഐഫോണിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സ് എക്സ്പ്ലോർ ചെയ്യാം. എന്ത് ഫീച്ചർ വേണം, ഇപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് ഈ ലൈവ് ട്രാൻസ്ലേറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അറിയണമെങ്കിൽ ഈ ഫോണിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ചുമ്മാ ഇങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാധനം വരും, ഒരു കോൾ വരുന്നത് പോലെ. ഈ കോൾ നിങ്ങൾ അക്സെപ്റ്റ് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടു ഇവിടെ ലൈവ് ട്രാൻസ്ലേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ലൈവ് ട്രാൻസ്ലേറ്റ് എന്നുള്ളതിനെ പറ്റി വിശദമായിട്ട് പ്രാക്ടിക്കലി എങ്ങനെ ഫീൽ ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. Hey, this is Sarah, your passenger from earlier. I think I left my wallet in your car. ഇനി ഗാലറിക്കകത്ത് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഗാലറിയുടെ എല്ലാ ഫീച്ചേഴ്സും കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒബ്ജക്റ്റ് എറേസർ എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അറിയണമെങ്കിൽ അതിൻ്റെ പർട്ടിക്കുലർ ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് എറേസർ ട്രൈ ചെയ്ത് നോക്കാം. സ്കെച്ച് ടു ഇമേജ് പടം വരച്ചിട്ട് അതിനെ ഒരു ഇമേജ് ആക്കി കൊണ്ടുവരിക, അതെന്താ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ആ സ്കെച്ച് ടു ഇമേജിൻ്റെ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ പറഞ്ഞു തരും എങ്ങനെയാണ് ആ സ്കെച്ച് ടു ഇമേജ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി ഫോട്ടോ അസിസ്റ്റ് എന്താണ്, ആ ഫോട്ടോ അസിസ്റ്റ് എന്താണ് എന്നറിയാനായിട്ട് അതിൻ്റെ പർട്ടിക്കുലർ ഇത് ക്ലിക്ക് ചെയ്യുക. റീമാസ്റ്റർ, ഗാലറി സെർച്ചിങ്, അതായത് അഡ്വാൻസ് ആയിട്ടുള്ള ഉപയോഗിച്ചുള്ള ഗാലറി സെർച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി അതേപോലെ ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയ്ക്കകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണുള്ളത് എന്ന് കാണാനായിട്ട് ക്യാമറയുമേ ക്ലിക്ക് ചെയ്യാം. സർക്കിൾ സെർച്ച്, നൗ ബ്രീഫ്, ഫോട്ടോ അസിസ്റ്റ്, ഓഡിയോ ലൈവ്, ജെമിനി. സോ ഇവിടെ തന്നെ ഗാലക്സി ഐൻ്റെ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് അവിടെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങളിപ്പോൾ Z ഫ്ലിപ്പാണ് വാങ്ങിക്കുന്നത്, Z ഫ്ലിപ്പ് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയണമെങ്കിൽ ആ ഒരു Z ഫ്ലിപ്പിലേക്ക് തൊട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള സകലമായ ഡീറ്റെയിൽസും അതിൻ്റെ ആ ഒരു യൂസർ ഇൻ്റർഫേസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഒരു ഫ്ലിപ്പ് ഫോൺ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. സോ ഈ ട്രൈ ഗാലക്സിക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഞാൻ ഓരോന്നായി പറഞ്ഞു തന്നു കഴിഞ്ഞാൽ വളരെ ലെങ്തി ആവും. നിങ്ങൾ തന്നെ ട്രൈ ഗാലക്സിയിൽ പോയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക ഓരോ ഫീച്ചേഴ്സൊക്കെ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ സ്പെഷ്യലായിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള സംഭവം എന്താണെന്ന് അറിയോ, ഈ ട്രൈ ഗാലക്സി നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള ഓഫർ വരും. ആ ഓഫർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സാംസങ് ഫോണിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഓഫർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അത് ട്രൈ ഗാലക്സിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നിങ്ങൾ കണ്ടുപിടിക്കണം. സോ അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട്. വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ടു കൺക്ലൂഡ്, ഐഫോൺ 17 സീരീസ് ലോഞ്ച് ആയാലും iOS 26 ലോഞ്ച് ആയാലും ഇപ്പോഴും സാംസങ് ഗാലക്സി Z Fold 7 കമ്പയർ ചെയ്യുമ്പോൾ പോലും ഗാലക്സി എയും ഈ ഒരു ജെമിനി, ഗൂഗിൾ ജെമിനിയുടെ ഇൻറ്റഗ്രേഷനൊക്കെ ഫാർ എഹെഡാണ് ആപ്പിളിൻ്റെ ആ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. സോ 2025 സ്റ്റാൻഡേർഡ്സിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഏതിലാണോ ഉള്ളത്, ഐഫോണിലാണോ ഉള്ളത്, ഫ്ലാഗ്ഷിപ്പ് സാംസങ് ഫോണിലാണോ ഉള്ളത്, കമൻറ്റിലൂടെ അറിയിക്കുക. അത്രയുള്ളൊരു വീഡിയോ അടുത്ത വീഡിയോ കാണാം. ബൈ.